إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾക്കു മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ മുർസലീങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല വഹീ നൽകിയിട്ടുള്ള കാര്യമാണ് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം, ആരെങ്കിലും ശിർക്ക് ചെയ്യുന്ന പക്ഷം ലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങേയറ്റം പരാജിതരായ ആളുകളുടെ കൂട്ടത്തിൽ അത്തരക്കാർ പെട്ടുപോകുമെന്നാണ്. നമുക്കറിയുന്നതുപോലെ ഇഫ്റാദുല്ലാഹി തആല ബിർറുബൂബിയ്യതി വൽ ഉലൂഹിയ്യതി വൽ അസ്മാഇ വസ്സിഫാത്ത്, ഒരു മുസ്ലിമിൻ്റെ ഏകദൈവ വിശ്വാസം തൗഹീദ് എന്ന് പറയുന്നത് ശരിയാകുവാൻ അനിവാര്യമായി വേണ്ട കാര്യമാണ്. ഇഫ്റാദുല്ലാഹി തആല ബിർറുബൂബിയ്യ, റബ്ബ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ലളിതമായി പറഞ്ഞാൽ അൽ ഖൽഖു വൽ മുൽക്കു വത്തദ്ബീർ, സൃഷ്ടിപ്പും പരമമായ അധികാരവും ഉടമസ്ഥതയും വത്തദ്ബീർ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ റബ്ബ് മാത്രമാണ്. ഈ പ്രപഞ്ചവും അതിലടങ്ങിയ മുഴുവൻ ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖൽഖ് അഥവാ സൃഷ്ടിപ്പ്, മുൽക്ക് അഥവാ എല്ലാത്തിൻ്റെയും പരമമായ ഉടമസ്ഥൻ, അത്തദ്ബീർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. ഈ വസ്ഫുകൾ ആരെങ്കിലും മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുന്ന പക്ഷം അയാൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. നേരത്തെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും
അവർക്ക് സ്ഥാനം നൽകി അതിൽ അതിരുകവിഞ്ഞ് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇന്ന് മഹത്തുക്കളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രൂപത്തിൽ ചില സമൂഹം അധപതിച്ചു പോയിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതുപോലെ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്നൊരു ഗാനം വിശ്വസിക്കാൻ പോലും ഒരാൾക്ക് സാധിക്കാത്ത രൂപത്തിൽ ഇൽമുള്ളവരെന്നോ അതല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെന്നോ ഒക്കെ അവകാശപ്പെടാൻ രൂപത്തിൽ വേഷവിധാനവും അത്തരത്തിൽ കിതാബിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരർത്ഥത്തിലുള്ള മടിയുമില്ലാതെ പാടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ ഒരു വസ്ഫ് ഒരു സൃഷ്ടിക്കൊരു മനുഷ്യൻ വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ അവന്റെ സ്ഥാനം പരിശുദ്ധ ഇസ്ലാമിന് പുറത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖൂലുല്ലാഹു അസ്സ വജൽ ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിശ്വസിച്ചിരിക്കുന്നു. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ത്രിയേകത്വം എന്ന പേരിൽ അല്ലാഹു മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഏതൊരാരാധ്യനും ഏകനായ ആരാധ്യൻ മാത്രമാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രായോഗികമല്ല. മറിച്ച് സൃഷ്ടാവ്, ആരാധനക്കർഹനായിട്ടുള്ളവൻ അവൻ ഏകനായ പ്രപഞ്ച സൃഷ്ടാവ് മാത്രമാണ്. തങ്ങൾ പറയുന്നതിൽ നിന്നും അവർ അവസാനിക്കാത്ത പക്ഷം അത്യധികം കഠിനമായ സത്യനിഷേധികൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് അവരെ കാത്തു നിൽക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. മനുഷ്യ, റബ്ബിനെ കുറിച്ച് അപരാധം പറയുന്നതിൽ നിന്ന് തൗബ ചെയ്യുവാൻ നിനക്ക് സമയമായില്ലേ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്തുകൂടെ അവർക്ക്? വല്ലാഹു ഗഫൂറുർ റഹീം. പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അള്ളാഹു നിങ്ങളോട് ഏറെ കരുണ കാണിക്കുന്നവനും ഏറെ പുറത്തു തരുന്നവനുമാണ്. മൽ മസീഹു ഇബ്നു മർയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وامه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ പുത്രനായ മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മകനല്ല, ദൈവത്തിന്റെ മൂന്നിലൊരുവനായ വ്യക്തിയല്ല. മറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകനാണ്. അദ്ദേഹത്തിന് മുൻപും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലെല്ലാം നിങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്നത് കൊണ്ട് നസാറാക്കളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. വഉമ്മുഹു സിദ്ദീഖ. അദ്ദേഹത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് പുണ്യവതിയും സത്യവതിയുമായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഇനി അവർ രണ്ടുപേരും കാനാ യഅകുലാനി ത്വആം. ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ദൈവം ഭക്ഷണം കഴിക്കുമോ? ദൈവത്തിന് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ? അവർ നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരായിരുന്നു. ഉൻദുർ, നോക്കുക, കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്. എത്ര ലളിതമായാണ് അവർക്ക് നാം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. സുമ്മൻദുർ, എന്നിട്ട് നീ നോക്കുക, അന്നാ യുഫകൂൻ, എങ്ങനെയാണ് അവർ ഈ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എന്ന്. ഖുൽ അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ വല്ലാഹു ഹുവസ് സമീഉൽ അലീം. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത, കഴിവില്ലാത്ത
ആളുകളെയാണോ നിങ്ങളുടെ റബ്ബായി നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? വല്ലാഹു ഹുവസ് സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും. ഏത് പ്രയാസഘട്ടങ്ങളിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ യുജീബുൽ മുത്തറ ഇദാ ദആഹ് വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. പ്രയാസം അനുഭവിക്കുന്നവൻ പ്രയാസഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസം നീക്കിക്കൊടുക്കുവാൻ, അവന്റെ ബുദ്ധിമുട്ടുകൾ അവൻ അകറ്റിക്കൊടുക്കുവാൻ അല്ലാഹു അല്ലാതെ അവന് മറ്റു വല്ല ആരാധ്യനുമുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അപ്പൊ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന റബ്ബിനെ ഉപേക്ഷിച്ച് നിങ്ങൾ സൃഷ്ടികളെ പൂജിക്കുകയാണോ? ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, കിതാബിന്റെ ആളുകളെ, ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതത്തിൽ അതിരു കവിയരുത്. അമ്പിയാക്കൾക്ക് സ്ഥാനമുണ്ട്, മുർസലീങ്ങൾക്ക് സ്ഥാനമുണ്ട്, സുദ്ദീഖീങ്ങൾക്ക് സ്ഥാനമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സ്ഥാനമുണ്ട്. പക്ഷെ മതത്തിൽ അതിരു കവിഞ്ഞ് അവർക്ക് ആരാധനകൾ വകവെച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന്റെ വസ്ഫുകൾ വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതാണ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ൽ, മുൻകാലത്ത് പിഴച്ചുപോയ സമുദായങ്ങളെപ്പോലെ നിങ്ങൾ ആയിത്തീരുകയും ചെയ്യരുത്. വഅദല്ലൂ കസീറൻ, അവർ പിഴക്കുക മാത്രമല്ല കിതാബിന്റെ വക്താക്കളായി നിന്ന് അവർ ഒരുപാട് ആളുകളെ വഴികേടിലേക്ക് നയിക്കുകയും ചെയ്തു. വദല്ലൂ അൻ സവാഇസ് സബീൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരങ്ങേയറ്റം വിദൂരമായി വഴിപിഴച്ചു പോകുകയും ചെയ്തു. വളരെ ഗൗരവപരമായ വചനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റബീഅ ബിൻത് മഅ്വദ് റളിയല്ലാഹു അൻഹ, അവരുടെ വിവാഹ വേളയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന വേളയിൽ കല്യാണ സമയത്ത് ദഫ് കൊണ്ട് പാട്ട് പാടുന്നത് അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച കാര്യമാണ്. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറയുകയുണ്ടായി, ഖാലത് ജാരിയത്തുൻ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ നബിക്കറിയാം എന്നാ കുട്ടി പാടിയപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലി ഹാകദാ, മോളെ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ റബ്ബ് അറിയിച്ചു തന്നാലല്ലാതെ അറിയുകയില്ല. എനിക്ക് നാളെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന, ഗൈബ് അറിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മോളെ നീ എന്നെ കുറിച്ച് പറയരുത്. വഖൂലി മാ കുൻതി തഖൂലീൻ, നീ ഇതുവരെ പറഞ്ഞത് നീ പറഞ്ഞോ, പക്ഷെ അതിനപ്പുറത്തേക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നീ പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ ഈസാ നബിയെ നസാറാക്കൾ വാഴ്ത്തി വാഴ്ത്തി അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ നിങ്ങൾ എന്നെ ഉയർത്തരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഒരു അബ്ദ്, അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ റസൂലുമാണ്. നിങ്ങൾ അവരെ പോലെ എന്നെ ഉയർത്തി ഉയർത്തി ഷിർക്കിലേക്ക് നിങ്ങൾ കൊണ്ടുചെന്നെത്തിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് പടച്ചവനായി റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലാതെ ഒരു മഖ്ലൂഖുമില്ല എന്നുള്ളതാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ നിന്ന് അവൻ പുറത്തു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് ഉപദേശം കൊടുക്കുന്ന ഘട്ടത്തിൽ
മകനോട് പറഞ്ഞത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഈ പ്രപഞ്ചത്തിലുള്ള പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപവും അതിക്രമവും റബ്ബിൽ പങ്കു ചേർക്കുക എന്നതാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണം, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, പ്രയാസഘട്ടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ തുടങ്ങി അള്ളാഹുവിന് എന്തെല്ലാം വസ്തുക്കളുണ്ട് ഒരു മഖ്ലൂക്കിനും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.